ഈ ഒരു ഘട്ടത്തിൽ ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദീൻ ഷെയ്ഖുമായിട്ടുള്ള ആത്മബന്ധം പോലെ തന്നെ റിഫായി ഷെയ്ഖ് തങ്ങളുമായിട്ടും ആത്മബന്ധം ഉണ്ട്. നമുക്കറിയാം റിഫായി മാലയും റിഫായി മൗലിദും റിഫായി തങ്ങളുടെ പേരിലുള്ള റാത്തീബ്, അതുപോലെ തന്നെ കുത്തുറാത്തീബ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും കാലങ്ങളായി നമ്മുടെ നാടുകളിൽ നിലനിന്നു വരുന്നുണ്ട്. അതൊക്കെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളിൽ നിന്ന് കൈതുടർച്ചയായി കൈമാറി വന്ന് നിലനിർത്തിപ്പോരുന്നതും ആചരിച്ചു പോരുന്നതുമാണ്. അതിനൊക്കെ അടിസ്ഥാന ലക്ഷ്യം മഹാന്മാരുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്നമദ്ദീനുവിൽ അസ്സനാത്ത്, അതല്ലെങ്കിൽ ഇസ്നാത്ത്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്നതാണ്. ഒരു പാരമ്പര്യം, ഒരു കൈതുറച്ച ഈ ദീനുണ്ട്. ഒരിക്കലും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് സ്വയം ഒരാൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തി അവതരിപ്പിക്കുവാനോ അതല്ലെങ്കിൽ ആചരിക്കുവാനോ സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായ രൂപത്തിൽ 23 കൊല്ലം കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. സ്വഹാബത്ത് ആ കാര്യങ്ങൾ കൃത്യമായി താബീങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ 16 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഇസ്ലാമികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മഹാന്മാരുമായിട്ടുള്ള കൈതുറച്ച നമുക്ക് ഏത് സമയത്തും ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഷാഫി ഇമാം തന്നെ പറഞ്ഞു, യുഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സ്വാലിഹീങ്ങളായ ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവർ മുഖാന്തരം എനിക്ക് അല്ലാഹുവിനരികിൽ ഒരു രക്ഷ കിട്ടണം, ശുപാർശ ലഭിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വാലിഹീങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ. ഇത് പാടിയപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ പ്രമുഖ ശിഷ്യനായ അഹ്മദ് റംബിൽ റളിയല്ലാഹു തആല പറഞ്ഞു, അങ്ങ് സ്വാലിഹീങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതികരണമായി കൊണ്ടൊരു കാവ്യം ആലപിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം അതെങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കുക? 2 നിലക്കാണ് നിലനിർത്താൻ സാധിക്കും. ഒന്നാമതായിട്ട് സ്വാലിഹീങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്മരണയുടെ ഭാഗമായിട്ടാണ് മാലയും അതുപോലെ തന്നെ മൗലിദും അവരുടെ ആണ്ടും ഉറൂസുകളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അവരെക്കുറിച്ചുള്ളൊരു ഓർമ്മ, അവരെക്കുറിച്ചുള്ളൊരു പറച്ചിൽ, അവരുടെ പേരിലൊരു ഒത്തുചേരൽ അതുണ്ടായിത്തീരുന്നു. ആ നിലയ്ക്ക് മഹാന്മാരുമായി നമുക്ക് ബന്ധം നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇമാം ബജ്ലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ചോദിക്കുന്നു, അയ്യുൽ അഅ്മാലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അതിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഏതെങ്കിലും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ഒരാടിനെ കറന്നെടുക്കുന്ന സമയം, അതല്ല എങ്കിൽ ഒരു മുട്ട അത് പൊരിക്കുന്ന സമയം നീ നിൽക്കുകയാണെങ്കിൽ അത് എത്രയോ ഇബാദത്ത് ചെയ്യലിനേക്കാൾ നിനക്ക് ഉത്തമം ആകുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും ഇമാം ചോദിച്ചു പോയി, അല്ലയോ പ്രിയപ്പെട്ട നബിയെ, ഹയ്യൻ കാന ഔ മൈത, ഈ വലിയ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞാൽ അത് മരിച്ച ആളുടെ അരികിൽ ചെന്നാൽ പറ്റുമോ, അതല്ല ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ ആകേണമോ എന്ന് പറഞ്ഞപ്പോൾ ഹയ്യൻ കാന ഔ മൈത, മരിച്ചു പോയാലും വേണ്ടില്ല, ജീവിച്ചിരിക്കുന്ന ആളായാലും വേണ്ടില്ല, മഹാനായി അറിയപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർക്ക് സ്വീകാര്യനായ. അത് പ്രത്യേകം പറയാൻ കാരണം വ്യാജ ത്വരീഖത്തിൻ്റെ ഭാഗമായ പല ആളുകളും പല വേഷഭൂഷാദികളുടെയും കടന്നുവരും, ചില കറാമത്ത് എന്ന രൂപത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും. അതൊരിക്കലും തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് റിഫായി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിലുള്ള പറക്കുന്നത് കണ്ടാൽ പോലും അവൻ അള്ളാഹുവിൻ്റെ കിതാബിനും സുന്നത്തിനും എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവനെ സ്വീകരിക്കുന്നതിന് ഒരിക്കലും തന്നെ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പണ്ഡിതന്മാർ അംഗീകരിച്ചൊരു വ്യക്തി അദ്ദേഹം മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്ന ആളായിരുന്നാലും അദ്ദേഹത്തിന് മുമ്പിൽ കുറച്ച് സമയം ചിലവാക്കുമ്പോൾ അത് വലിയ മഹത്വമുള്ളതായി മാറും. അപ്പം ഇങ്ങനെ മഹാന്മാരെ സ്മരണ നമുക്ക് അവരുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്താൻ സാധിക്കും. രണ്ടാമതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും മഹാന്മാരിൽ നിന്ന് കൈത്തുറച്ചയായി ലഭിച്ചിട്ടുള്ള സംഗതികൾ നമ്മൾ അണമുറിയാതെ നിലനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതൊക്കെയാണ് സത്യത്തിൽ മഹദറത്തുൽ ബദരിയ കൊണ്ട്, റാത്തീബ് കൊണ്ട്, ഖുത്ബിയ്യത്ത് കൊണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള മൗലിദ് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വർഷത്തിലോ നമ്മുടെ സൗകര്യമനുസരിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ മാസത്തിലൊക്കെ ചെല്ലേണ്ട സംഗതികൾ മാസത്തിലൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊരു ആത്മബന്ധം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. മനുഷ്യൻ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, മറിച്ച്
നമുക്കറിയാം മനുഷ്യൻ്റെ ശരീരം മാത്രമാണ് മരിച്ചു പോകുന്നത്. മരണമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ശരീരത്തിന് ആത്മാവ് ഏർപ്പെടുക എന്നുള്ളതാണ്. ആത്മാവിനൊരിക്കലും മരണമില്ല. അവ ആത്മാക്കളുമായിട്ടുള്ള ബന്ധം അത് ഏത് സമയത്തും നിലനിൽക്കും. അപ്പോൾ മഹാന്മാരുമായിട്ടുള്ള ആത്മാക്കളുമായിട്ട് ഒരു ആത്മബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൈത്തുറച്ചുകൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായത്തുകളെക്കുറിച്ച് കൂടുതലായി ഒന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിരുന്നു. സഹജീവി കാരുണ്യം പോലും അതുല്യമായ രൂപത്തിൽ പ്രകടിപ്പിച്ച മഹാവ്യക്തിത്വമായിരുന്നു. ബഹുമാനപ്പെട്ടവരെ വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെയും തന്നെ മാപ്പ് കൊടുക്കാൻ അവിടുന്ന് സന്നദ്ധമായി. തരം കെട്ട വാക്ക് ഫൂഖറാക്കൾ ചൊന്നാരെ തലനെ തുറന്ന് മൂരിതാക്കി വിട്ടോവർ. ഇഫായമായി കാണാൻ സാധിക്കും. ചില ആളുകൾ ബഹുമാനപ്പെട്ട ശൈഖ് അവരുകളെ വളരെ മോശമായ രൂപത്തിലുള്ള അഭിസംബോധന ചെയ്തപ്പോൾ ആ ആളുകളുടെ മനസ്സും അതുപോലെ തന്നെ ഖൽബും ആ ആളുകളുടെ ബുദ്ധിയും വിവേകവുമെല്ലാം തന്നെ വെളിച്ചമുറ്റതാക്കി മാറ്റി അവരെ നൻപാതയിലേക്ക് കൊണ്ടുവരാനാണ് ബഹുമാനപ്പെട്ട ശൈഖ് റിഫായത്തുകൾ ശ്രമിച്ചത്. ഒരിക്കലും തന്നെ തനിക്കെതിരെ മോശമായ പദപ്രയോഗം നടത്തിയ ആളുകൾ അവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നില്ല. അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ശൈഖ് റിഫായത്തുകളെ വളരെ വിമർശിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഇബ്രാഹിം അൽ ബിസ്റ്റി എന്ന് പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതൻ ഏത് സമയത്തും ഷെയ്ഖിനെ വിമർശിക്കും. ഒരു ദിവസം ഷെയ്ഖിന് ഒരു കത്ത് കൊടുത്തയച്ചു ശിഷ്യൻ മുഖാന്തരം. ആ കത്ത് പൊളിച്ചു വായിച്ചു നോക്കുമ്പോൾ വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒറ്റക്കണ്ണൻ, ദജ്ജാല്, അങ്ങനെ തുടങ്ങിയിട്ട് കെൽബ്, ഇബ്നുൽ കെൽബ്, ഇങ്ങനെ തുടങ്ങി ഒരു തെരുവ് തണ്ടിയായ മനുഷ്യനെ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഏറ്റവും വലിയ മഹാൻ, 16,000-ഓളം വരുന്ന മുരീദന്മാരുള്ള ആ വലിയ മഹാനെ ഒരു മനുഷ്യൻ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വായിച്ചപ്പോൾ അവിടുന്ന് പറയുന്നതാണ് സദഖ ഫീമാ ഖാൽ. ഇബ്രാഹിം അൽ ബിസ്റ്റി പറഞ്ഞൊക്കെ സത്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാതെ അക്ഷോഭ്യനായി ബഹുമാനപ്പെട്ടവർ അതിനെ സമീപിക്കുകയാണ്. അവസാനം അതിന് തിരിച്ചൊരു കത്തയക്കുന്നു. ആ കത്തിലുള്ള എന്താണ്? എൻ്റെ ഇബ്രാഹിം അൽ ബിസ്റ്റി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പഠിച്ചു. ഖലഖനി കമാ ശഅ വസ്കനനി ഫീമാ ശഅ. അല്ലാഹു എന്നെ പഠിച്ചത് അവൻ ഇച്ഛിക്കുന്നത് പോലെയാണ്. എനിക്കൊരിക്കലും നിങ്ങളാകാൻ കഴിയൂല, നിങ്ങൾക്കൊരിക്കലും ഞാനാകാൻ കഴിയൂല. എല്ലാ ആളുകളെയും വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. വസ്കനനി ഫീമാ ശഅ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ജീവിതമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ തിരഞ്ഞെടുത്ത റൂട്ടും ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയും അത് ശരിയാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഒരുപക്ഷെ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടാകും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അള്ളാഹുവാണ് എന്നെ ഈ രൂപത്തിൽ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ഈ കത്ത് ഇബ്രാഹിം അൽ ബിസ്റ്റിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം മാനസികമായി വല്ലാതെ തളർന്നുപോയി. ഇത്രയും വലിയൊരു മഹാനെക്കുറിച്ചാണല്ലോ ഞാൻ ഇത്രമാത്രം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത്, അഭിസംബോധന ചെയ്തത്, ശകാരിച്ചത്, ചീത്ത വിളിച്ചത് എന്ന് ഖേദിച്ചുകൊണ്ട് ഇബ്രാഹിം അൽ ബിസ്റ്റി തൻ്റെ തലയിൽ കൈവച്ച് ആ നാട് തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ അപ്പളെ മറുഹാത്ത് നോക്കി പാശം പൂക്ക് അറിഞ്ഞില്ല ഞാനീവർ പോരീശായെന്നോവർ. വളരെ മോശപ്പെട്ട കത്ത് ഇബ്രാഹിം അൽ ബിസ്റ്റി എഴുതി കൊടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ബിസ്റ്റിക്ക് തിരിച്ചു കിട്ടിയ ആ കത്തിനുള്ള മറുപടി കണ്ടപ്പോൾ ഇത്രയും വലിയൊരു മഹാനെക്കുറിച്ചാണല്ലോ ഞാൻ മോശം പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹം നാട് വിട്ടുപോകേണ്ട ഗതികേട് വന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് അങ്ങനത്തെ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖ് റിഫായത്തുകൾ. ഒരിക്കൽ ദീനിയായ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ബഹുമാനപ്പെട്ടവർക്ക് കച്ചവടമാക്കണം. അതിന് ഉടമസ്ഥനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, വിൽക്കാൻ ഞാൻ സന്നദ്ധമല്ല. ശൈഖ് റിഫായത്തുകൾ നന്നായി അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കണ്ടീഷനുണ്ട്. ഇതിന് ദുന്യാവല പൈസ തന്നിട്ട് കാര്യമില്ല. എനിക്ക് സുഖലോക സ്വർഗത്തിൽ ഒരു തോപ്പ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിളിക്കാം. ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ പറയുന്നു, ഓക്കെ, സ്വർഗലോക സ്വർഗത്തിലൊരു തോപ്പ് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു. മുദ്രപേപ്പർ കൊണ്ടുവന്നു. അതിൽ കൃത്യമായി ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ കാര്യങ്ങൾ രേഖപ്പെടുത്തി. സുഖലോക സ്വർഗത്തിലെ ഒരു ജന്നത്തൊരു തോപ്പ്, ആ തോപ്പിന് അതിരുകളെല്ലാം തന്നെ നിർണ്ണയിച്ചു. ഒന്ന് ജന്നത്തുൽ അദ്ൻ, മറ്റൊന്ന് ജന്നത്തുൽ ഖുദ്, മറ്റൊന്ന് ജന്നത്തുൽ ഫിർദൗസ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ അതിരുകളിലുള്ള ഒരു സ്വർഗം ഇദ്ദേഹം നൽകുന്ന തോട്ടത്തിന് പകരമായി
നൽകാൻ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നു. പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രപേപ്പർ ക്ലോസ് ചെയ്യുകയാണ്. കുറേ കാലം കഴിഞ്ഞ് ഇസ്മായിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ കച്ചവടക്കാരൻ്റെ പേര്. അയാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ മുദ്രപേപ്പർ അദ്ദേഹത്തിൻ്റെ ഖബറിൽ കൂടെ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ഈ മനുഷ്യന്റെ ഖബറിൽ എഴുതി വച്ചിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വജദനാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, നമ്മുടെ രക്ഷിതാവായ പടച്ചവൻ നമുക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ ആ ഇടം ലഭിച്ചിരിക്കുന്നു എന്നുള്ള എഴുത്ത് വളരെ പ്രത്യക്ഷമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മുകളിൽ പൊങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അങ്ങനെ വലിയ കറാമത്തിൻ്റെ ഒക്കെ മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രീതിയും പൊരുത്തവും നമ്മളെ സംഗമത്തിൽ നൽകുമാറാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. നമ്മളെല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പലധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാമെന്ന് ഞാൻ വാക്കുകൊടുത്ത ആളുകളുണ്ട്. ഒന്ന്, ഒരു വ്യവഹാര സംബന്ധമായി, ഒരു യാത്രയിൽ പിടിക്കപ്പെട്ട സംബന്ധമായി ചെറിയ പ്രയാസങ്ങൾ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സലാമത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശിഷ്യൻ, അവൻ്റെ ഉമ്മ വീണ് നട്ടലിന് ക്ഷതം പറ്റിയിട്ട് കിടപ്പിനാണ്, പ്രയാസമുണ്ട്. ജ്യേഷ്ഠന് മഞ്ഞപ്പിത്തമായി, ഇന്നത് മാറിയിട്ടേ ഉള്ളൂ, പുറത്തിറങ്ങാനാകുന്നുള്ളൂ. അപ്പോഴാണ് ഈ പ്രയാസം വന്നത്. പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനൊക്കെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മക്ക് ശിഫ നൽകുമാറാവട്ടെ. അൽ ഫാത്തിഹ.